ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിനെയും ശ്രുതിയെയും കാണുന്ന അഞ്ജലി ചോദിക്കുന്നുണ്ട്, ശ്രുതി ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞോ? പിന്നല്ലാതെ ഇവർ എംറ്റി ഹാൻഡും വീശി വരുന്നത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായല്ലോ അവിടുത്തെ ചടങ്ങുകളൊക്കെ ഭംഗിയായിരിക്കുമെന്ന് എന്ന് മനോരമ പറയുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയെയും വിളിച്ചിട്ട് പോവാട്ടോ. അങ്ങനെ പെട്ടെന്ന് അഞ്ജലി, ശ്രുതി ഒന്ന് അവിടെ നിന്നേ, നീ എന്താ ഒന്നും മിണ്ടാതെ അങ്ങ് പോകുന്നത്? വീട്ടിലെ ചടങ്ങൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? അമ്മയ്ക്കും അച്ഛനൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭംഗിയായി കഴിഞ്ഞു എന്ന് പറയാട്ടോ ശ്രുതി. അപ്പോഴേക്കും മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ, ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവാട്ടോ. അശ്വിനാണെങ്കിൽ ശ്രുതിയെ റൂമിലേക്ക് വലിച്ചാണ് കേട്ടോ കൊണ്ടുവന്നത്. എന്നിട്ട് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ തോൽപ്പിച്ച് കളയാമെന്ന് നീ വിചാരിച്ചോ? ഇത് നിനക്കുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗാ. ഇനി എന്നോട് പറയാതെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. ഇനി നീ എവിടെയാണെങ്കിലും ഞാൻ വിളിച്ചാൽ ഫോൺ എടുത്തോളണം. നീ എന്താ നോക്കി പേടിപ്പിക്കുക? എത്ര തവണ നിനക്ക് കോൾ ചെയ്തു? ഒരു തവണ പോലും നീ എന്താ കോൾ എടുക്കാത്തത്? നിങ്ങളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കോൾ എടുക്കാഞ്ഞത്. നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല, ഭാര്യയാണ്. അത് മറ്റുള്ളവരുടെ കണ്ണിൽ ഇവിടെ ഞാൻ പറയുന്നതായിരിക്കണം നീ കേൾക്കേണ്ടത്. എന്നെ ഭരിക്കാനൊന്നും നീ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി മുത്തശ്ശിക്ക് ചായയുമായിട്ട് വരികയാണ്. എന്താ അഞ്ജലി, പ്രീതിയെയും ആകാശിനെയും ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അവർ വരികയാണേ. അവരാണെങ്കിൽ രണ്ടാളുടെയും കയ്യിൽ നിറയെ സാധനങ്ങളായിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ മനോരമയ്ക്ക് അങ്ങ് സന്തോഷം കൊണ്ട് വയ്യാട്ടോ. അയ്യോ, രണ്ടുപേരുടെയും കൈ നിറച്ച് സമ്മാനങ്ങളാണല്ലോ. ഭാര്യ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ തക്കതായിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ഇന്ന് ഏതായാലും നല്ല ദിവസമാണ്, നിറയെ സമ്മാനങ്ങളുമായിട്ടല്ലേ നിങ്ങൾ വന്നത്? അതിനുശേഷം അഞ്ജലി ചോദിക്കുന്നുണ്ട്, അല്ല ആകാശേ, നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വരുന്ന മറ്റുണ്ടല്ലോ. ഏയ് ചേച്ചി, ഇത് പ്രീതിയുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാ. അപ്പോഴേക്കും അതിലേറെ സന്തോഷാവട്ടോ മനോരമയ്ക്ക്. അയ്യോ, ഇത് ഭാര്യ വീട്ടിൽ നിന്ന് തന്നു വിട്ടാണോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ വാങ്ങുന്നുണ്ട്. ഏതായാലും പ്രീതിയുടെ വീട്ടുകാർ അതിനെങ്കിലും മാന്യതൊക്കെ കാണിച്ചല്ലോ. ആ കവറൊക്കെ ഇങ്ങനെ വെയിറ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട്, അല്ല ഇവിടുന്ന് കൊണ്ടുപോയ അത്രയും വെയിറ്റ് ഒന്നും ഇതിന് ഇല്ലല്ലോ. അതൊന്നും നോക്കിയില്ല അമ്മ ഞാൻ. അല്ല, ഇവിടുന്ന് കൊണ്ടുപോയ അത്രയും വെയിറ്റ് വരാനൊന്നും സാധ്യതയില്ല. എങ്കിലും അവരുടെ മാന്യതയ്ക്ക് ഇതെങ്കിലും തന്നു വിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ മനോരമ. ആ അമ്മേ, ഇന്ന് ഏതായാലും എനിക്ക് നല്ലൊരു ദിവസമാണ് കേട്ടോ. നമ്മുടെ NK ബേബി ഇല്ലേ, NK ബേബി വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ബോക്സ് ഗിഫ്റ്റ് ചെയ്ത ദിവസമാണ്. ഞാൻ ഈ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി എൻ്റെ റൂമിൽ വെച്ചിട്ട് വരാം. ആകാശ്, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്, ഒരു വഴിക്ക് പോയി വന്നതല്ലേ, ഞാൻ ഇതൊക്കെ പോയി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് പോവാണ്. അതിനുശേഷം നമ്മുടെ ആകാശാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ആകാശേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചി, ചേട്ടനും ശ്രുതിയും എത്തിയില്ല. അവർ കുറച്ച് നേരത്തെ എത്തിയല്ലോ. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അത് ചേച്ചി, ശ്രുതിയുടെ കാര്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു സ്വീകരണം അവൾക്ക് ലഭിച്ചില്ല. എന്താ പ്രീതി, എന്താ കാര്യം? അത് ചേച്ചി, അമ്മയും അമ്മായിയും അവളെ വീട്ടിലേക്ക് കയറ്റിയില്ല. ഇനി മേലാൽ അങ്ങോട്ടേക്ക് വന്നു പോരുത് എന്നാണ് പറഞ്ഞത്. ശ്രുതി എത്ര തന്നെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അമ്മയോ അമ്മായോ ഒരേ നിലപാടിൽ തന്നെ ആയിരുന്നു. പിന്നെ പ്രീതി ചേട്ടനെ വിളിച്ച് പറഞ്ഞതാ ശ്രുതിയെ കൂട്ടിയിട്ട് പോവാൻ. അവര് വന്നപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി ഇനി അവരോട് അതൊന്നും ചോദിക്കണ്ട. ഏട്ടന് ഇതൊക്കെ ഷെയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ എനിക്ക് കൊടുത്തിട്ടുള്ള ആ മേക്കപ്പ് ഒക്കെ മുഖത്തിട്ട് പരീക്ഷിക്കുകയാണേ. കയ്യിലൊരു കണ്ണാടിയും പിടിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പറയുന്നുണ്ട്, അയ്യോ എന്ത് സുന്ദരിയാ എന്നെ കാണാൻ. അപ്പോഴേക്കും മോഹനൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോഹനേട്ടാ, ലുക്ക്, എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ സുന്ദരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാനുണ്ടോ? എന്തിനാ മനോരമ പ്രീതി നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ? അയ്യോ, മോഹനേട്ടൻ തീരെ സഹിക്കുന്നില്ല അല്ലേ? എൻ്റെ കഷ്ടപ്പാടും പ്രാരാബ്ദവും കണ്ടിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ NK ബേബി ഇത്. അത് വെച്ച് ഞാനൊന്നും ഒരുങ്ങിയെന്ന് വിചാരിച്ച് ഇവിടെ ആർക്കോ കുഴപ്പം എന്നിങ്ങനെ പറയുമ്പോൾ മോഹനൻ പറയുന്നുണ്ട്, അർഹതയില്ലാത്ത പിടിച്ചു വാങ്ങുന്ന നല്ല ഏർപ്പാടല്ല മനോരമേ. ഇത് നിനക്ക് ഗിഫ്റ്റ് ചെയ്താന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതേ മോഹനേട്ടാ, എന്നാ നിനക്കല്ല, ഇത് വേറൊരാൾക്ക് വാങ്ങിയതാ എനിക്ക്. അതാർക്ക്? മോഹനേട്ടന് എങ്ങനെ ഇത് എന്നോട് ചോദിക്കാൻ തോന്നുന്നു? NK ബേബി ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. എൻ്റെ മനോരമേ, പിടിച്ചു വാങ്ങിയിട്ട് വലിയ അഹങ്കാരം പറയാ. എന്നിട്ട് അവര് മനസ്സറിഞ്ഞ് തന്നതാന്നാ പറഞ്ഞു വരുന്നത്. അങ്ങനെയൊന്നും വിചാരിച്ചേക്കല്ലേ നീ. ഇത് നിനക്ക് ഗിഫ്റ്റ് ചെയ്തതാന്നിരിക്കട്ടെ, നീ എന്തിനാ ഇപ്പോൾ അണിഞ്ഞൊരുങ്ങുന്നത്? നീ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? അതേ മോഹനേട്ടാ, എൻ്റെ മനസ്സിലൊരാശയം തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇതെന്താ ജയിലാണോ?
മോഹനേട്ടനെ അല്ലായിരിക്കും, എനിക്കിത് ജയില് തന്നെ. അങ്ങനെ തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എൻ്റെ നോൺ സ്റ്റോപ്പ് അമ്മായിയമ്മ, നോൺസെൻസ് മരുമകൾ, പിന്നെ ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് മരുമകൾ. അതുകൊണ്ട് എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. നീ ഏതായാലും പറ, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് വിദേശത്ത് പോയി അടിച്ച് പൊളിച്ച് ജീവിക്കാം. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും. എനിക്ക് ഇവിടെ പിടിപ്പതി പണിയുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ ASR കമ്പനിയുടെ ശമ്പളക്കാരനല്ലേ? അശ്വിൻ എന്നെ അങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? എൻ്റെ മോഹനേട്ടാ, നമ്മുടെ NKക്ക് സിഡ്നിയിൽ നല്ല ജോലിയും ബംഗ്ലാവും കാറൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് അവൻ്റെ പറച്ചിലല്ലേ? അല്ല, അവൻ്റെ കൂടെ നമുക്കും സിഡ്നിയിലേക്ക് പോയാലോ? നമുക്കവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം മോഹനേട്ടാ. ഇനി മോഹനേട്ടനെ ഇവിടെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും വലിയ കമ്പനിയിൽ നമുക്ക് ജോലിക്ക് പോവാം മോഹനേട്ടാ. എൻ്റെ മനോരമേ, എനിക്കവിടെ ജോലി എടുത്തു തരാൻ നിന്റെ പരിചയത്തിൽ അവിടെ ആരെങ്കിലും ഇവിടെ മാന്യമായിട്ട് ജീവിക്കാൻ കഴിയുള്ളപ്പോൾ എന്തിനാ പുറം നാട്ടിൽ പോയി ജീവിക്കുന്നത്? എൻ്റെ മോഹനേട്ട ഇതാ പറഞ്ഞത്, നിങ്ങൾക്കൊരു ബുദ്ധിയില്ല എന്ന്. ഞാൻ പറഞ്ഞു അവിടെ ആജീവനാന്തം ജീവിക്കാന്ന്. എൻ്റെ മോഹനേട്ട ഒരു 4-5 കൊല്ലം ജീവിച്ച് നമുക്കൊരു സ്റ്റാറ്റസ് ഒക്കെ ആവുമ്പോൾ തിരികെ പോരാം. ഇവിടുത്തെ സ്റ്റാറ്റസിന് എന്താ കുറവ്? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറും പൊട്ടക്കിണറ്റിലെ ചൊറിയൻ ഫ്രോഗ എന്ന്. ഈ വീടിനും ASR കമ്പനിക്കും പുറമെ മറ്റൊരു വേൾഡ് ഉണ്ട് മോഹനേട്ട. അവിടെ അന്തസ്സായി ചമഞ്ഞൊരുങ്ങി ജീവിക്കാം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചായയും ചമയങ്ങളും തന്നെ എനിക്ക് ധാരാളം. വെറുതെ നീ ഓരോ സ്വപ്നം കാണാതെ നീ നിന്റെ പണി നോക്ക് മനോരമേ. എനിക്കറിയാം മോഹനേട്ടാ, നിങ്ങളുടെ വായിൽ നിന്ന് എപ്പോൾ നോക്കിയാലും നെഗറ്റീവേ വരുള്ളൂ എന്ന്. എൻ്റെ തഞ്ചും തരം നോക്കിയിട്ട് NK ബേബിയോട് എൻ്റെ ആവശ്യം പറയാൻ പോവാ. അവൻ സമ്മതിച്ചാൽ പിന്നെ അടുത്ത ഫ്ലൈറ്റ് കയറി ഞാൻ അങ്ങ് പോവും. നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ വന്നോ. എന്തായാലും ഞാൻ ആ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്യില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയിട്ട് വാ. പിന്നെ ഞാൻ പോയാൽ ഇങ്ങോട്ട് വരുന്ന കാര്യം എനിക്കൊന്ന് തീരുമാനിക്കേണ്ടി വരും. നിങ്ങൾ ആ അമ്മായിയമ്മയുടെയും കൂടെ ഇങ്ങനെ നിന്നോ, അതിന് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. നിന്റെ പോക്ക് ഞാൻ വിലക്കുന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ മനോരമ അങ്ങനെ നോക്കിക്കേട്ടോ. അല്ല, എനിക്കത് തിരുത്തണം എന്നുണ്ട്. പിന്നെന്താ തിരുത്താത്തത്? അത് പിന്നെ ജീവിതമാവുമ്പോൾ ഒരു പിഴവൊക്കെ ആർക്കും വരാം. വാട്ട് ഈസ് മോഹനേട്ടാ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് വലിയൊരു പിഴവായി പോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ദേ മനോരമേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ എനിക്ക് പറ്റിയ പിഴവ് തിരുത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ മനോരമയ്ക്ക് ആകെ സങ്കടാവാട്ടോ. കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ ആ തെറ്റ് തിരുത്തും. ഇനി അങ്ങനെ ആ തെറ്റ് തിരുത്തുമ്പോൾ എൻ്റെ കൂടെ ആയിരിക്കും ഇവിടുത്തെ ഭൂരിഭാഗം പേർ എന്ന് നീ ഓർത്തോ എന്ന് പറയാട്ടോ മോഹനൻ. എന്നിട്ട് അങ്ങോട്ട് പോവാണ്. മോഹനൻ പോയി കഴിഞ്ഞതിന് ശേഷം മനോരമ അവിടെ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ മൈ ഗോഡ്, അയാൾ എന്താ ഈ പറഞ്ഞിട്ട് പോയത്? എന്നെ ഡ്രൈ വാഷ് ചെയ്യുന്നല്ലേ? അപ്പം അതാണ് മനസ്സിലിരിപ്പ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ അഭിനയം തുടരാൻ താല്പര്യമില്ല. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. നോ, എൻ്റെ ഭാര്യയായി നീ ഇവിടെ കഴിയുന്നിടത്തോളം കാലം ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. ഭാര്യയായിട്ട് ജീവിക്കുന്നത് ഇങ്ങനെയാണോ? നിങ്ങൾക്ക് വേണ്ടതേ ഒരു അഭിനയിക്കുന്ന പെണ്ണിനെയാണ്. അതിന് ഞാൻ തന്നെ വേണമായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? കാശ് കൊടുത്താൽ നിങ്ങൾക്ക് വേറെ പെണ്ണിനെ കിട്ടുമായിരുന്നില്ലേ? കിട്ടുമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അഭിനയിക്കാൻ വിളിച്ചാൽ പോരല്ലോ, അതിന് നീ തന്നെ വേണം. നോക്ക്, നമ്മുടെ 2 വീട്ടുകാരും സംശയിക്കാതിരിക്കാൻ നമ്മൾ ഈ അഭിനയം തുടർന്നേ പറ്റൂ. ഞാൻ വിജയിച്ചാൽ ഞാൻ പറയുന്ന എന്തും നീ കേൾക്കണം എന്നായിരുന്നു നമ്മൾ തമ്മിലുള്ള ഡീല്. നിങ്ങൾക്കെപ്പോഴും ഞാൻ എൻ്റെ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ് ഇത്. നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്ര വിഷമിക്കുന്നെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് തകർത്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ? കുറ്റബോധം നിന്റെ കാര്യത്തിലോ? ശരിക്കും കുറ്റബോധം തോന്നേണ്ടത് നിനക്കാണ്. നീ കാരണം ഞാൻ എപ്പോഴും വേദനിക്കുന്നത് നീ ഓർക്കാറുണ്ടോ? എന്താ നിങ്ങൾ പറഞ്ഞേ? ഞാൻ കാരണം നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്നോ? എങ്ങനെയാ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചത്? അതെന്നോട് പറയേ എന്ന് പറയുമ്പോൾ അശ്വിനൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചത് കേട്ടില്ലേ, എനിക്കൊരു മറുപടി താ എന്ന് പറയാട്ടോ ശ്രുതി. എന്നിട്ട് അശ്വിൻ്റെ കൈ അങ്ങ് പിടിക്കുകയാണേ. എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നിട്ട് നിങ്ങൾ പോയാൽ മതി. എനിക്കറിയണം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വേദനിപ്പിച്ചതെന്ന്. വീണ്ടും അശ്വിൻ പോകാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കൈ പിടിച്ച് വെക്കാൻ കേട്ടോ അശ്വിൻ്റെ. അപ്പോഴേക്കും അഞ്ജലി അവിടെ വന്നിട്ട് കതക് തുറക്കുന്നു. എന്നിട്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാണ് കേട്ടോ. അശ്വിൻ അഞ്ജലിയെ കാണുന്നതും പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടാട്ടോ. ശ്രുതി, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. ഇല്ല മാഡം, എൻ്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല. ഇപ്പൊ ഈ വീട്ടിലും എൻ്റെ വീട്ടിലും ഞാൻ വെറുക്കപ്പെട്ടവളാ, ഒരു പരിഹാസ കഥാപാത്രം. നിന്റെ വീട്ടിലുണ്ടായ സംഭവമൊക്കെ ഇവിടെ പ്രീതി വന്ന് പറഞ്ഞു. ശ്രുതി, നീ കരുതുന്ന പോലെ എനിക്കോ മുത്തശ്ശിക്കോ ആർക്കും ഇവിടെ നിന്നോടൊരു വെറുപ്പും ഇല്ല. പക്ഷെ നീയും കുഞ്ഞനും ധൃതിയിലെടുത്തൊരു തീരുമാനം അതാ ഞങ്ങളെ എല്ലാവരെയും വിഷമത്തിലാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നിങ്ങൾ 2 പേരും പറഞ്ഞില്ലല്ലോ. അത് പറയാത്തിടത്തോളം കാലം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
ശ്രുതി, ഇനിയെങ്കിലും നീ എന്നോട് പറ, എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചതെന്ന്. പ്ലീസ് മാഡം, പ്ലീസ്. എന്നോടല്ല മാഡം ഈ ചോദ്യം ചോദിക്കേണ്ടത്, പിന്നെ ആരോടാ? കുഞ്ഞനോടോ? ഞങ്ങളുടെ വിഷമത്തിനൊരു ഉത്തരം നിങ്ങളാണെങ്കിൽ ആരോടും പറയില്ല എന്ന വാശിയിലും. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ രണ്ടുപേരെയും എല്ലാവർക്കും ഇഷ്ടമാണ്. കുഞ്ഞനെ എനിക്ക് ആരാന്നറിയോ നിനക്ക്? എൻ്റെ മകനാ. അപ്പം നീ ആരാ? നീ എന്നെ മാഡം സ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി ഞാൻ നിങ്ങളോട് നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ചോദിക്കില്ല. നീയായിട്ട് എപ്പോൾ പറയുന്നോ അപ്പം കേട്ടാൽ മതി എനിക്ക് എന്ന് പറയാട്ടോ അഞ്ജലി. അതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് സങ്കടം പൊട്ടിപ്പോവാണ് കേട്ടോ. ശ്രുതി, നീ കരയല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അങ്ങ് ഓടിപ്പോവാട്ടോ അഞ്ജലിയുടെ അടുത്ത് നിന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്